വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായമാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നമ്മൾ കണ്ടത് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അതായത് ഈശോയുടെ സമരിയായിലെ പ്രേക്ഷിത ദൗത്യം, ഈശോയും സമരിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം, ജീവജലം പാനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഈശോ സമരിയാക്കാരി സ്ത്രീയെ ബോധ്യപ്പെടുത്തുന്നത്, സമരിയാക്കാരി സ്ത്രീയിലൂടെ സമരിയായിലെ അനേകം ജനങ്ങള് യേശുവിൽ വിശ്വസിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കണ്ടു. ഈശോയുടെ സമരിയായിലെ ദൗത്യം പൂർത്തിയാക്കി ഈശോ ഗലീലിയിലേക്ക് വരുന്നതാണ്. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ കാണുന്നത് ദ പ്രസന്റേഷൻ ഓഫ് ദ സൺ ഓഫ് ഗോഡ് ഇൻ ഗലീലി. ഗലീലിയിലെ ഈശോയുടെ പ്രേക്ഷിത ദൗത്യമാണ്. അവിടുത്തെ പരസ്യ ശുശ്രൂഷയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അഗാപ്പെ ബൈബിൾ സ്റ്റഡിയിൽ ഇത് ലെസൺ 5 തന്നെയാണ്. ഇത് ലാസ്റ്റ് പാർട്ടാണ് ഈ ചാപ്റ്ററിന്റെ. നമുക്ക് കാണാം 43 മുതൽ 45 വരെയുള്ള വചനങ്ങൾ. ഇവിടെ രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നതാണ്. ആ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലിയിലേക്ക് പോയി. നമുക്കറിയാം, ഈശോയും ശിഷ്യന്മാരും 2 ദിവസം സമരിയായിൽ താമസിച്ചു. അവിടുത്തെ ജനങ്ങളോടൊത്തായിരുന്നു. അവർക്ക് വചനം പങ്കുവെച്ച് അവരെ പഠിപ്പിച്ച് അങ്ങനെ അവർ ഈശോയുടെ വിശ്വാസത്തിലേക്ക് വന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഈശോയും ശിഷ്യന്മാരും അവിടെ നിന്ന് ഗലീലിയിലേക്ക് പോയി. ആക്ച്വലി ഈശോയും ശിഷ്യന്മാരും യൂദയായിൽ നിന്ന് ഗലീലിയിലേക്കുള്ള യാത്രാമധ്യയാണ് സമറിയായിൽ അവരുടെ പ്രേക്ഷിത ദൗത്യം, അവരുടെ പരസ്യ ശുശ്രൂഷ നടത്തിയത്. അപ്പൊ അതിനുശേഷം അവര് ഗലീലിയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലിയിൽ വന്നപ്പോൾ ഗലീലിയാക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല. ഈ പരാമർശം നമ്മൾ സമാന്തര സുവിശേഷങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന സ്വന്തം നാട് എന്ന് പറയുന്നത് ഹോം ടൗൺ എന്നുള്ളതിന് ഗ്രീക്ക് വേർഡ് യൂസ് ചെയ്യുന്നത് ഇദിയോസ് എന്ന ഗ്രീക്ക് വേർഡ് ആണ്. സമാന്തര സുവിശേഷങ്ങളിലെ ഇത് ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ ഹോം ടൗൺ ആയ നസ്രത്തിനെ കുറിച്ചാണ്. എന്നാൽ ഇവിടെ വിശുദ്ധ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ സ്വന്തം ജനമായ യഹൂദരെ കുറിച്ചാണ്. യൂദയ നാടിനെ കുറിച്ചിട്ടാണ് വിശുദ്ധ യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് യൂദയായിലെ ജനങ്ങള് യേശുവിനെ തിരസ്കരിക്കുന്നു, എന്നാൽ വിജാതിയർ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നു. അപ്പൊ സ്വന്തം ജനത്തിന്റെ തിരസ്കരണവും വിജാതിയരുടെ യേശുവിലുള്ള വിശ്വാസവും അത് തമ്മിലുള്ള വൈരുദ്ധ്യമാണ് യോഹന്നാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നാൽ സമാന്തര സുവിശേഷങ്ങളിൽ നസ്രത്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. അവിടെ പറയുന്ന വചനഭാഗം നമുക്കറിയാം, ഇവൻ ആ തച്ചന്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ വില കുറച്ച് കാണുന്നതെല്ലാം നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ അവരുടെ വിശ്വാസ കുറവ് നിമിത്തം അവന് വളരെയൊന്നും അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു പരാമർശം ഇവിടെ യോഹന്നാൻ നടത്തുന്നത് യൂദയായിലെ ജനങ്ങളെ കുറിച്ചാണ്. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം സ്ഥലകാലങ്ങൾക്ക് ഒരു പ്രതീകാത്മകമായിട്ടുള്ള മാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോഗ്രഫി പ്ലേസ് എ സിംബോളിക് റോൾ ഇൻ ജോൺസ് ഗോസ്പൽ. ഗലീലിയുടെയും സമരിയായുടെയും വടക്കൻ പ്രദേശങ്ങളിലുള്ളവര് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ യൂദയായുടെ തെക്കൻ പ്രദേശങ്ങളിലുള്ളവരും അതുപോലെ തലസ്ഥാന നഗരമായ ജെറുസലേമിലുള്ളവരും യേശുവിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത് യേശുവിന്റെ എനിമീസ് എന്ന് പറയുന്നത്, ദ എനിമീസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യഹൂദർ തന്നെയാണെന്ന്. How is it that the people knew about his miracles during the feasts of Passover and unleavened bread? നമുക്കറിയാം, അൺലെവൻ ബ്രെഡ് എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാള്. അത് പിൽഗ്രിം ഫീസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു പിൽഗ്രിം ഫീസ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ 7 സേക്രഡ് ഫീസ്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു.
ഇപ്പൊ പിൽഗ്രിം ഫീസ്റ്റിന്റെ പ്രത്യേകത, മോശയുടെ നിയമപ്രകാരം എല്ലാ യഹൂദ പുരുഷന്മാരും ജെറുസലേമിലെ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിക്കണം. അത് കമ്പൽസറി ആയിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും ഒത്തുകൂടിയ സമയത്ത് ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, അതുപോലെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവിടെയുള്ളവർ കേട്ടിരുന്നു. അങ്ങനെ ഗലീലിയക്കാർ ഇതെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. അതുകൊണ്ട് ഗലീലിയക്കാർ യേശുവിനെ വളരെ ആദരപൂർവ്വം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഇനി 46 മുതലുള്ള വചനങ്ങള്. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. ഇവിടെ ഈശോ വന്നത് ഗലീലയിലെ കാന എന്ന സ്ഥലത്താണ്. കാന എന്ന സ്ഥലം നമുക്ക് പരിചിതമാണ്. യേശു തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന ആ സമയത്ത് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചാണ് വെള്ളം വീഞ്ഞാക്കി മാറ്റിയത്. ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇപ്പൊ ഈശോ വീണ്ടും ഗലീലയിലെ കാനായിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുക എന്നതാണ്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിലെ അത്ഭുതങ്ങൾ എന്ന വേർഡ് യൂസ് ചെയ്യുന്നില്ല, അടയാളങ്ങൾ എന്നാണ് വിശുദ്ധ യോഹന്നാൻ മിറാക്കിൾസിനെ പറയണത്. മിറാക്കിൾ എന്ന വേർഡ് യൂസ് ചെയ്യുന്നില്ല, സയൻസ് എന്നാണ് പറയുന്നത്. അതിന് കാരണം ഓരോ സംഭവം, അതായത് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ശക്തികൾക്ക് അതീതമായിട്ടുള്ളൊരു സംഭവം നടക്കുക എന്നുള്ളതാണ്. എന്നാൽ അടയാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രകൃതി ശക്തികൾക്ക് അതീതമായിട്ട് നടക്കുന്ന ആ സംഭവം അതിലുപരിയായിട്ട് അതിനൊരു ആത്മീയ തലമുണ്ട്. അതായത് അതൊരു വരാനിരിക്കുന്ന ഒരു സംഭവത്തിന്റെ സൂചന, ഒരു ദൈവിക വെളിപ്പാട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു രക്ഷാകര പ്രവൃത്തി ഈ ഓരോ സംഭവങ്ങളിലും കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് അതിനെ അടയാളങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ വിശുദ്ധ യോഹന്നാൻ അടയാളങ്ങൾ എന്നാണ് യൂസ് ചെയ്യുന്നത്, അത്ഭുതങ്ങൾ എന്ന് പറയുന്നില്ല. ഇപ്പൊ ഇവിടെ കാനായിലെ കല്യാണ വിരുന്നില് വെള്ളം വീഞ്ഞാക്കിയ ആ അടയാളം അത് നമുക്ക് നോക്കാം. അതിനെപ്പറ്റി കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ റെഫറൻസ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ കാനായിലെ കല്യാണ വിരുന്നില് ബാഹ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പച്ചവെള്ളം വീഞ്ഞായി മാറി. അത് സാധാരണ സംഭവിക്കാത്തൊരു കാര്യം അവിടെ സംഭവിച്ചു. ഇനിയൊരു ചേഞ്ച് അവിടെ നടന്നത്, അതായത് ബാഹ്യമായ ഒരു കാര്യം നടന്നത്, ആ കല്യാണ വിരുന്നിലെ ആതിഥേയർക്ക് അവരുടെ അഭിമാനം രക്ഷിക്കാനായിട്ട് സാധിച്ചു. അതായത് അവരുടെ അപമാന ഭാരത്തിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ടു. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടന്നത്. എന്നാൽ ഇതിന്റെ ആന്തരികമായ ഒരു വശം എന്ന് പറയുന്നത്, ഇവിടെ കാനായിലെ കല്യാണ വിരുന്നില് പരിശുദ്ധമ്മ പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ പറയുന്ന മറുപടി, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പൊ യേശുവിന്റെ സമയം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതായത് ഈശോയുടെ പീഡാനുഭവ, കുരിശുമരണ, പുനരുത്ഥാനത്തിന്റെ ആ സമയം. അപ്പൊ യേശു ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ സമയമാകുമ്പോൾ ഈശോ ബെസ്റ്റ് വൈൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമെന്നതാണ്. ആ ബെസ്റ്റ് വൈൻ എന്നത് ഈശോയുടെ തിരുരക്തം തന്നെയാണ്. അപ്പൊ ഈശോ കുരിശിലെ ബലിയിലൂടെയാണ് ആ തിരുരക്തം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കുരിശിലെ ബലിയിലൂടെ പ്രദാനം ചെയ്യുന്ന ആ തിരുരക്തം, അതുപോലെ ഓരോ ദിവ്യ ബലികളിലും അത് ആവർത്തിക്കപ്പെടുന്നു. നമ്മൾ ഉൾക്കൊള്ളുന്നത് ഈശോയുടെ തിരുരക്തം തന്നെയാണ്. അതുപോലെ സ്വർഗീയ വിരുന്നില് നമുക്ക് നൽകപ്പെടുന്നതും ആ ബെസ്റ്റ് വൈൻ എന്ന് പറയുന്നത് ഈശോയുടെ തിരുരക്തം തന്നെയാണ്. അപ്പൊ ഈശോ നമുക്ക് നൽകാനിരിക്കുന്ന ആ തിരുരക്തമാണ്, അതിന്റെ ഒരു സൂചനയാണ് നമുക്കിവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അത് വരാനിരിക്കുന്ന ദൈവിക വെളിപാടാണ് അവിടെ കാണിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തി വരാനിരിക്കുന്ന, അതായത് യേശു നമുക്ക് നൽകാനിരിക്കുന്ന ഈശോയുടെ തിരുരക്തം, അതിന്റെ ഒരു സൂചനയാണ് ഈ കാനായിലെ കല്യാണ വിരുന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഓരോ അടയാളങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു രക്ഷാകര പ്രവൃത്തി, ദൈവത്തിന്റെ ഒരു രക്ഷാകര പ്രവൃത്തി അല്ലെങ്കിൽ
ഒരു ദൈവിക വെളിപ്പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലെ പറയുന്നത് ദ സൈൻസ് ഓഫ് ബ്രെഡ് ആൻഡ് വൈൻ, വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലെ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും, അത് ഈശോയുടെ സ്ഥാപക വചനങ്ങളാലും, സ്ഥാപക വചനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ അന്ത്യത്താഴത്തിലെ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാകുന്നു. അതുപോലെ പാനപാത്രം എടുത്ത് ആശീർവദിച്ച് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് വാങ്ങി കുടിക്കുവിൻ, ഇതെന്റെ രക്തമാകുന്നു. ഈ സ്ഥാപക വചനങ്ങൾ ഉച്ചരിക്കുമ്പോഴും അതുപോലെ ഈ കാഴ്ച വസ്തുക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആവാസം, ഇത് രണ്ടും നടക്കുമ്പോഴാണ് ബൈ ദ വേർഡ്സ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ ഇൻവൊക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഇത് മൂലമാണ് ഈ കാഴ്ചയായിട്ട് സമർപ്പിക്കപ്പെട്ട അപ്പവും വീഞ്ഞും യേശുവിന്റെ തിരുശരീര രക്തങ്ങളായിട്ട് മാറുന്നത്. ഇതാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. അപ്പൊ ഇത് ഈശോ കൽപ്പിച്ചതുപോലെ ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇതാണ് സഭ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ രണ്ടാം വരവ് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒഫെട്രിയുടെ ടൈമിൽ നമ്മള് ഈ അപ്പവും വീഞ്ഞും നമുക്ക് നൽകിയതിന് സൃഷ്ടാവായ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായ ഈ ഗോതമ്പപ്പം, ഇറ്റ് വിൽ ബിക്കം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പമായിട്ട് അത് മാറുകയാണ്. അതുപോലെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായ ഈ ഭൂമിയുടെ ഉൽപ്പന്നമായ വീഞ്ഞ്, മുന്തിരിച്ചാറ്, അത് ക്രിസ്തുവിന്റെ രക്തമായിട്ട് ദ കപ്പ് ഓഫ് ജോയ് അതായിട്ട് മാറുകയാണ്. അതാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. ഇനി പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പഴയ നിയമത്തിലെ ബലിയർപ്പണങ്ങളിലെല്ലാം ഈ ബ്രെഡ് ആൻഡ് വൈൻ ഓഫറിംഗ് ആയിട്ട് നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫീസ്റ്റ് ഓഫ് പെൻഡക്കോസ്റ്റ്, അപ്പൊ ആ സമയത്താണ് വീറ്റ് ഹാർവസ്റ്റ്, അതൊരു അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ആ സമയത്ത് ഫസ്റ്റ് ഫ്രൂട്ട് ഓഫറിംഗ് ആയിട്ട് നൽകുന്നു. 2 loaves ഓഫ് ബ്രെഡ് അവർ ഓഫറിംഗ് ആയിട്ട് കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ ദ ഫീസ്റ്റ് ഓഫ് ബൂത്ത്സ്, കൂടാരത്തിരുനാളില് ആ സമയം ഗ്രേപ്പ് ഹാർവസ്റ്റിന്റെ ടൈമാണ്. അപ്പൊ വൈനും അവിടെ കാഴ്ചയായിട്ട് സമർപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ പഴയ നിയമം മുതലേ തന്നെ ഈ അപ്പവും വീഞ്ഞും കാഴ്ചയായിട്ട് അർപ്പിക്കുന്ന പതിവുണ്ട്. അതുപോലെ പാസ് ഓവറിന്റെ സമയത്ത് യൂസ് ചെയ്യുന്ന പുളിപ്പില്ലാത്തപ്പം, അത് പ്രധാനമായിട്ട് 3 പുളിപ്പില്ലാത്തപ്പമാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ 3 എന്ന് പറയുന്നത് ട്രിനിറ്റിയെ സൂചിപ്പിക്കുന്നു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇനി അതിലെ മിഡിൽ അപ്പം അത് യൂസ് ചെയ്യണത്, അത് ബ്രേക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈശോയുടെ മുറിക്കപ്പെടുന്ന, വിഭജിക്കപ്പെടുന്ന ശരീരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മാത്സ എന്നുള്ള വേർഡാണ് അത് യൂസ് ചെയ്യുന്നത് പുളിപ്പില്ലാത്തപ്പത്തിന്. അപ്പൊ മിഡിൽ മാത്സ ബ്രേക്ക് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് ഈശോയുടെ മുറിയപ്പെടുന്ന അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്ന തിരുശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ മരുഭൂമിയിൽ അവർക്ക് മന്ന വർഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനമാണ് അവർക്ക് അപ്പമായിട്ട് ലഭിക്കുന്നത്. ഇതെല്ലാം ഈശോ നമുക്ക് നൽകപ്പെടാനിരിക്കുന്ന ഈശോയുടെ തിരുശരീരത്തിന്റെ ഒരു മുന്നാസ്വാദനമാണ്. അതിന്റെ ഒരു സൂചനകളാണ് ഇതെല്ലാം, ഈ പഴയ നിയമത്തിൽ കാണുന്നതെല്ലാം. അതുപോലെ പാസ് ഓവറിൽ അവർ യൂസ് ചെയ്യുന്ന 4 കപ്സ് ഓഫ് വൈൻ, അതായത് പാസ് ഓവറിന്റെ ഡിഫറെന്റ് ടൈമിങ്സിൽ അവര് കുടിക്കുന്ന, ഓരോ സമയത്തും കുടിക്കുന്ന വീഞ്ഞിന് ഓരോ അർത്ഥമുണ്ട്. ഇപ്പൊ 4 കപ്സ് ഓഫ് വൈൻ ആണ്. അത് അവരുടെ ദൈവം അവർക്ക് നൽകിയ, ഇസ്രായേൽക്കാർക്ക് നൽകിയ 4 പ്രോമിസസിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. 4 എക്സ്പ്രഷൻസ് ഓഫ് ഡെലിവറൻസ് എന്നാണ് പറയുന്നത്. അത് പുറപ്പാടിന്റെ പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. I am the Lord and I will bring you out from under the yoke of Egyptians. അതാണ് ഫസ്റ്റ് പ്രോമിസ്. I will bring you out. I will free you from being slaves to them. I will free you. That is the second promise. And I will redeem you with an outstretched arm and with mighty acts of judgment. I will redeem you. That is the third promise. I will take you as my own people and I will be your God. I will take you. That is the fourth promise. I will bring you out. I will free you. I will redeem you. I will take you. ഇതാണ് 4 promises, 4 expressions of deliverance. ഇതിലെ ഫസ്റ്റ് കപ്പ് എന്ന് പറയുന്നത് ദ കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ പാനപാത്രം. അപ്പൊ ഐ വിൽ ബ്രിങ് യു ഔട്ട്, ആ പ്രോമിസിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഫസ്റ്റ് കപ്പ്. ദ സെക്കൻഡ് കപ്പ്, ദ കപ്പ് ഓഫ് ഡെലിവറൻസ്, ഐ വിൽ ഫ്രീ യു. The third, the cup of redemption,
രക്ഷയുടെ പാനപാത്രം, ഐ വിൽ റിഡീം യു. ആൻഡ് ദ ഫോർത്ത് ഇസ് ദ കപ്പ് ഓഫ് ആക്സെപ്റ്റൻസ് ഓർ കപ്പ് ഓഫ് കംപ്ലീഷൻ, ഐ വിൽ ടേക്ക് യു. ഇതാണ് 4 കപ്സ്. ഈ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഫാദർ, പിതാവിന്റെ രാജ്യത്തിലേക്കുള്ള സ്വീകരണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡെലിവറൻസ് എന്ന് പറയുന്നത് പാപത്തിന്റെയും മരണത്തിന്റെയും ആ ബന്ധനത്തിൽ നിന്നുള്ള ഡെലിവറൻസ് ആണ്. അപ്പൊ അത് നമുക്ക് സാധ്യമാകുന്നത് ഈശോയുടെ കുരിശിലെ ബലിയിലൂടെയാണ്. അപ്പൊ കുരിശിലെ ബലിയില് ഈശോ നമുക്കായി ചിന്തപ്പെടുന്ന അവിടുത്തെ തിരുരക്തം, അതിലൂടെയാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടത്. നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. അതുപോലെ നമ്മുടെ കടങ്ങൾ അവൻ വീട്ടി, അതായത് നമുക്ക് മോചന ദ്രവ്യമായിട്ട് ഈശോ നിന്നു. അതായത് പാപികളായ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്ത യേശു കുറ്റമാരോപിക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. അപ്പൊ കുരിശു മരണത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള ഡെലിവറൻസ്, ആ മോചനം ലഭിച്ചത്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിച്ചത്. ഇപ്പൊ പുതിയ നിയമത്തില് ലാസ്റ്റ് സപ്പറില് അന്ത്യത്താഴത്തിൽ നോക്കുകയാണെങ്കിൽ ഈ 4 കപ്സിലെ ലാസ്റ്റ് 2 കപ്സിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത്. 3rd കപ്പ്, ദ കപ്പ് ഓഫ് റിഡംഷൻ, അതായത് രക്ഷയുടെ പാനപാത്രം. അതുപോലെ ദ 4th കപ്പ്. ഇപ്പൊ ഈശോ അന്ത്യത്താഴത്തിന് ശേഷം ശിഷ്യന്മാർക്ക് ആശീർവദിച്ച് നൽകിയ ആ പാനപാത്രം, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞത്, അത് ഈ 3rd കപ്പാണ്. ദ ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ് വിച്ച് ഈസ് ഷെഡ് ഫോർ യു. അതായത് നമുക്കായി ചിന്തപ്പെടുന്ന, നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തം എന്നാണ് ഈശോ അതിന് പറയുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ് വിച്ച് വി ബ്ലെസ്, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ദ കപ്പ് ഓഫ് ദ ലോർഡ് എന്നും പറയുന്നുണ്ട്. ഇതാണ് 3rd കപ്പ്. ഇനി അതുപോലെ ഹി ഡിഡ് നോട്ട് ഡ്രിങ്ക് ദ 4th കപ്പ് ഓഫ് വൈൻ, ദ കപ്പ് ഓഫ് കംപ്ലീഷൻ ഓർ ആക്സെപ്റ്റൻസ്. He said that he will drink that cup with us in heaven at the marriage supper of the Lamb. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടി നവമായി പാനം ചെയ്യുന്ന നാൾ വരെ ഞാൻ ഈ മുന്തിരിവള്ളിയുടെ ഫലത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല. അതാണ് ആ പ്രോമിസ്. ഇനി പുതിയ നിയമത്തില് നമ്മൾ കണ്ടു കാനായിലെ കല്യാണ വിരുന്നില് സംഭവിച്ചത്, അത് ഈശോയുടെ തിരുരക്തത്തിന്റെ മുന്നാസ്വാദനം. അതുപോലെ 5 അപ്പം 5000 പേർക്ക് ഭക്ഷണമായിട്ട് നൽകിയത്, അവിടെ നൽകിയതും ആശീർവദിച്ച് മുറിച്ച് വിഭജിച്ചാണ് കൊടുത്തത്. അപ്പൊ അത് ഈശോയുടെ നൽകപ്പെടാനിരിക്കുന്ന, നമുക്കായി നൽകപ്പെടാനിരിക്കുന്ന തിരുശരീരത്തിന്റെ ഒരു സൂചനയാണ്. പ്രിഫിഗർ ദ സൂപ്പർ അബണ്ടൻസ് ഓഫ് ദിസ് യുണീക് ബ്രെഡ് ഓഫ് ഹിസ് യൂക്കറിസ്റ്റ്. അപ്പൊ ഈ പഴയ നിയമത്തിലെ ആയാലും പുതിയ നിയമത്തിലെ ആയാലും ഈ സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ, നമുക്ക് നൽകാനിരിക്കുന്ന ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ഒരു മുന്നാസ്വാദനമാണ് ഈ അടയാളങ്ങളിലൂടെ എല്ലാം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയാണ് ഓരോ അടയാളങ്ങളിലും ബാഹ്യമായി സംഭവിക്കുന്ന ആ പ്രകൃതി ശക്തികൾക്ക് അതീതമായ ഒരു സംഭവം എന്നതിലുപരി അത് ദൈവത്തിന്റെ ഒരു രക്ഷാകര പ്രവൃത്തിയാണ്. അതുപോലെ ദൈവത്തിന്റെ ഒരു വെളിപ്പാട്, നടക്കാനിരിക്കുന്ന ഒരു സംഭവത്തിന്റെ സൂചനയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ ഇതാണ് പോയിന്റ് ഔട്ട് ചെയ്യണത്. ഈശോ 2 ദിവസം സമരിയായിൽ താമസിച്ചിട്ടാണ് ഗലീലയിലേക്ക് വന്നത്. ഇപ്പൊ ഗലീലയിലെ കാനായിൽ ഈശോ എത്തിയത് ദ 3rd ഡേ ആണ്. ഇപ്പൊ ഫസ്റ്റ് കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതം നടന്നതും 3rd ഡേ ആണ്. ഇപ്പൊ 2 മിറാക്കിൾസും, കാനായിൽ നടന്ന 2 മിറാക്കിൾസും നടന്നത് 3rd ഡേ ആണ്. അപ്പൊ അതൊരു കോയിൻസിഡൻസ് ആണ്. അതുപോലെ ഈ 2 ഇൻസിഡൻസിനും തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത്, കാനായിലെ കല്യാണ വിരുന്നിലെ പെറ്റീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയാണ്, ഇവിടെ രാജസേവകനാണ്. 2 പേർക്കും തമ്മിലുള്ള ഒരു കോമൺ എലിമെന്റ് എന്ന് പറഞ്ഞാല് 2 പേർക്കും ഈശോ അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുമെന്നുള്ള ഉത്തമമായ വിശ്വാസം ഉണ്ടായിരുന്നു.
ഇനി ഈ രാജസേവകൻ കഫർനാമിൽ നിന്നാണ്, കഫർനാം എന്ന സ്ഥലത്ത് നിന്നാണ് കാനായിലേക്ക് വന്നിരിക്കുന്നത്. കഫർനാം എന്ന സ്ഥലം ഏകദേശം 15 to 20 മൈൽസ് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമാണ് കാനായിൽ നിന്ന്. ഈ കഫർനാം എന്ന സ്ഥലത്തെ പറ്റി നമ്മൾ പരാമർശിക്കുമ്പോൾ അത് ഈശോയുടെ പബ്ലിക് മിനിസ്ട്രിയിൽ വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഗലീലിയിലെ ഈശോയുടെ പബ്ലിക് മിനിസ്ട്രിയുടെ സെന്റർ ആണ് ഈ കഫർനാം എന്ന സ്ഥലം. അവിടെയാണ് പത്രോസിന്റെ ഭവനം, അവിടെയാണ് ഈശോ താമസിച്ചിരുന്നത്. ഈശോയുടെ ഗലീലിയിലെ പബ്ലിക് മിനിസ്ട്രി മെയിൻ ആയിട്ട് നടന്നിരുന്നത് ഈ സ്ഥലത്താണ്, കഫർനാമിലാണ്. ജീസസ് എസ്റ്റാബ്ലിഷ്ഡ് his own home there in Peter's house. Jesus made Peter's house his headquarters, the center of his ministry. ഇപ്പൊ നമ്മൾ കാത്തലിക് ചർച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വത്തിക്കാൻ, റോമിലെ വത്തിക്കാനിലാണ്. അവിടെയാണ് പീറ്റേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. അതായത് പത്രോസിന്റെ സിംഹാസനം, അതിൽ ഉപവിഷ്ടനായിരിക്കുന്നത് നമ്മുടെ മാർപ്പാപ്പ. അപ്പോ കത്തോലിക്ക സഭയുടെ സെന്റർ എന്ന് പറയുന്നത്, സെന്റർ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് പത്രോസിന്റെ ഭവനം തന്നെയാണ് ഇപ്പോഴും. നമുക്കറിയാം ആ സെന്റർ ഓഫ് അതോറിറ്റി, അതുപോലെ ആ ഹൈറാർക്കി ഒക്കെ ഫോളോ ചെയ്യുന്നത് കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു. ദ ഹൈ ഓൾട്ടർ ഈസ് ബിൽറ്റ് ഓവർ പീറ്റേഴ്സ് ടോംബ്. ഈ രാജസേവകൻ ആ സമയത്ത് ഗലീലി ഭരിച്ചിരുന്ന ഹെറോദ് അന്തിപ്പാസിന്റെ കീഴിലുള്ളൊരു വിജാതീയനായ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാനായിട്ടാണ് സാധ്യത. കാരണം രാജസേവകൻ ഈശോയെ, ജീസസിനെ മിശിഹായായിട്ടൊന്നും അംഗീകരിക്കുന്നില്ല. ഒരു യഹൂദ റബ്ബായാണ്, എന്നാൽ അവന്റെ ആവശ്യം നിറവേറ്റി തരാനായിട്ട് കഴിവുള്ള ആളായിട്ട് അവൻ മനസ്സിലാക്കി. ഒരു വിജാതീയനായിരിക്കാനായിട്ടാണ് സാധ്യത. നാൽപ്പത്തെട്ട് മുതൽ 54 വരെയുള്ള വചനഭാഗങ്ങള്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവന്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പൊ ഈശോ ഇവിടെ അടയാളങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസത്തെയാണ് ശാസിക്കുന്നത്. അടയാളങ്ങൾ കൂടാതെയുള്ള വിശ്വാസത്തിന്റെ ആവശ്യകതയെ യേശു ഇവിടെ അവരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മുൻപ് ഫരിസേയരും നിയമജ്ഞരും യേശുവിനെ സമീപിച്ച് അടയാളം ചോദിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38-ാം വാക്യത്തില് ഈശോ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്ത് അധികാരത്തിലാണെന്ന് അറിയാൻ വേണ്ടി അടയാളം അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈശോ അവരെ വിളിക്കുന്നത് അവിശ്വസ്തവും വഴിപിഴച്ചതുമായ തലമുറ എന്നാണ്. ഈശോ പറയുന്നുണ്ട്, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും ഇനി നൽകപ്പെടുകയില്ലെന്ന്. അതായത് യോന 3 രാവും 3 പകലും തിമിംഗലത്തിനുള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈശോയുടെ കുരിശുമരണവും പുനരുത്ഥാനവുമല്ലാതെ മറ്റൊരടയാളവും ഇനി നൽകപ്പെടുകയില്ലെന്നാണ് യേശു അവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെയും അടയാളങ്ങൾ കൂടാതെയുള്ള വിശ്വാസം, അതിന്റെ ആവശ്യകത ഈശോ ബോധ്യപ്പെടുത്തുന്നു, അവരെ ശാസിക്കുന്നുമുണ്ട്. What challenge of faith does Jesus make to the official? To believe without visible proof, to believe by faith. അതാണ് ഈശോ ജനക്കൂട്ടത്തോട് ആവശ്യപ്പെടുന്ന ചലഞ്ച്. ജനക്കൂട്ടത്തെ നമുക്കറിയാം, അവര് ഈശോയുടെ പ്രബോധനങ്ങൾ ശ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് ഈശോയുടെ അത്ഭുതങ്ങൾ കാണാനായിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ അവരെ ശാസിക്കുന്നത്, വിശ്വാസത്തിന്റെ ആവശ്യകത അവരെ മനസ്സിലാക്കുന്നത്. ഇനി ഈ രാജസേവകനെ സംബന്ധിച്ചിടത്തോളം കഫർനാമിൽ നിന്ന് കാനായിലേക്കാണ് ഇയാൾ വന്നിരിക്കുന്നത്. അപ്പൊ 15 മൈൽസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് ഈശോയെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അവന്റെ സ്ഥാനമാനങ്ങളെല്ലാം അവഗണിച്ച്, അതെല്ലാം കണക്കിലെടുക്കാതെ, ഈ ദൂരം കണക്കിലെടുക്കാതെ ഒരു യഹൂദ റബ്ബായിയുടെ അടുത്ത് അവൻ സഹായത്തിനായിട്ട് യാചിക്കുകയാണ്. അവന്റെ പുത്രന് സൗഖ്യം കിട്ടണമെന്നുള്ള അതീവ ആഗ്രഹത്താല് അവൻ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട്, അതിനൊന്നും വില കൊടുക്കാതെ ഈശോയുടെ അടുത്ത് സഹായത്തിനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.
അവന് ഉറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു ഈശോ അവന്റെ ആവശ്യം നിറവേറ്റി തരുമെന്ന്. ഹിസ് ഫെയ്ത്ത്, പെർസിസ്റ്റൻസ് ആൻഡ് ഹ്യൂമിലിറ്റി ആർ റിവാർഡഡ് ബൈ വാട്ട് പ്രോമിസ്. ഈശോ അവന് നൽകുന്ന പ്രോമിസ് എന്താണെന്ന്, ഹിസ് ചൈൽഡ് വിൽ ബി ഹീൽഡ്. അത് നമുക്ക് ആ വചനഭാഗം നോക്കാം. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവെ, എന്റെ മകൻ മരിക്കും മുൻപ് വരേണമേ. യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ഇവിടെ യേശു ജീവദാതാവാണെന്ന് സൂചനയാണ് നൽകുന്നത്. അപ്പൊ അവനോട് നൽകുന്ന പ്രോമിസ്, നിന്റെ മകൻ ജീവിക്കും, പോയിക്കൊള്ളുക. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ഇതാണ് ഒരു യഥാർത്ഥ ശിഷ്യന്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഒരു യഥാർത്ഥ ശിഷ്യന്റെ ലക്ഷണം. അതായത് യേശു പറഞ്ഞ വചനം വിശ്വസിച്ച്. അവൻ യേശു പ്രോമിസ് ചെയ്തപ്പോൾ അവന്റെ മകൻ സുഖമാക്കപ്പെട്ടു എന്നറിഞ്ഞിരുന്നില്ല. അവൻ വിശ്വസിച്ചു, അവന്റെ മകൻ തീർച്ചയായും സുഖമാക്കപ്പെടും എന്ന് വിശ്വസിച്ച് തിരിച്ചുപോയി. അപ്പൊ അതാണ് ഒരു യഥാർത്ഥ ശിഷ്യന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവർ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. 7-ാം മണിക്കൂർ എന്ന് പറയുന്നത് ഇവിടെ സിംബോളിക് ആയിട്ട് പറഞ്ഞതായിരിക്കാം. നമ്പർ 7 നമുക്കറിയാം, നമ്പർ ഓഫ് പെർഫെക്ഷൻ ആൻഡ് ഫുൾനെസ്. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ അവന്റെ മകൻ സുഖപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം മറന്ന് യേശുവിനെ മറന്നു പോകുകയല്ല. അപ്പൊ അവൻ ആലോചിക്കുകയാണ്. അപ്പൊ അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് എപ്പോഴാണ് അവന്റെ മകൻ സൗഖ്യമാക്കപ്പെട്ടതെന്ന്. അപ്പോൾ അവന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു, ഈശോ അവനോട് പ്രോമിസ് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് അവന്റെ മകൻ സൗഖ്യമാക്കപ്പെട്ടതെന്ന്. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. അവൻ മാത്രമല്ല, അവന്റെ കുടുംബാംഗങ്ങൾ മുഴുവനും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അത്രയും കൺവിൻസിങ് ആയിരുന്നു അവർക്ക് ഈ അടയാളം എന്ന് പറയുന്നത്. ഇത് യൂദയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ്. ഇപ്പൊ ഗലീലിയിലെ കാനായിൽ നടന്ന രണ്ടാമത്തെ അടയാളമാണിത്. ഇനി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യത്തില് പറയുന്നുണ്ട്, ഈശോ പ്രവർത്തിച്ച അനേകായിരം അടയാളങ്ങൾ, ജെറുസലേമിൽ പ്രവർത്തിച്ച അനേകായിരം അടയാളങ്ങൾ എന്ന പരാമർശം. അപ്പൊ ഈശോ വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ യോഹന്നാൻ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് 7 പബ്ലിക് സൈൻസ് ആണ്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം, കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. രണ്ടാമത്തേത് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്, അതായത് അത് വീണ്ടും കാനായില് നടന്ന അത്ഭുതം. അപ്പൊ കാനായിലെ 2 അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ് ഫസ്റ്റ് 2. അതിനുശേഷം മൂന്നാമത്തേത് തളർവാദ രോഗിയെ, ബെത്സൈദയിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്. പിന്നെ 5000 പേരെ, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തത്. പിന്നെ വെള്ളത്തിന് മീതെ ഈശോ നടന്നത്. പിന്നെ അന്ധനെ സൗഖ്യമാക്കിയത്, ലാസറിനെ ഉയർപ്പിച്ചത്. ഇതാണ് 7 അടയാളങ്ങൾ എന്ന് വിശുദ്ധ യോഹന്നാൻ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന 7 അടയാളങ്ങൾ ഇതാണ്. ഇനി ദ റിസറക്ഷൻ ഓഫ് ജീസസ് ബീയിങ് ദ ഇംപ്ലൈഡ് 8th സൈൻ ഇൻഡിക്കേറ്റിംഗ് എ വീക്ക് ഓഫ് ക്രിയേഷൻ. അതായത് 7 വർക്കുകൾ ഇവിടെ, യേശുവിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം റിസറക്ഷൻ, എ ന്യൂ ക്രിയേഷൻ ബിഗിനിങ് വിത്ത് ദ റിസറക്ഷൻ, ഒരു പുതിയ സൃഷ്ടി ഉയർപ്പിലൂടെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അടയാളങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയതും, അതുപോലെ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തതും ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ സൂചന, ഈശോന് നമുക്ക് നൽകാനിരിക്കുന്ന തിരുശരീര രക്തങ്ങളുടെ സൂചന. അതുപോലെ ലാസറിനെ ഉയർപ്പിച്ചത്, ഈ രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയതെല്ലാം ഈശോ ജീവദാതാവാണെന്നുള്ളതിന്റെ ആ ഒരു ദൈവിക രക്ഷാകര പ്രവൃത്തി നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഈശോ ജീവദാതാവാണ്. വെള്ളത്തിന് മീതെ നടക്കുന്നത് പ്രകൃതി ശക്തികൾക്ക് ഈശോ അധിപനാണെന്ന് കാണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ അടയാളങ്ങൾ നോക്കുകയാണെങ്കിലും അതിൽ ദൈവത്തിന്റെ ഒരു രക്ഷാകര പ്രവൃത്തി, ഒരു ദൈവിക വെളിപ്പാടിന്റെ സൂചന നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും.
It points beyond this supernatural event to a future revelation of God. ഒരു supernatural ഇവന്റിനേക്കാൾ ഒരു ഫ്യൂച്ചർ റെവലേഷൻ ഓഫ് ഗോഡ്, അതാണ് അത് വെളിവാക്കുന്നത്. നമുക്കറിയാം, the first sign of the best wine points to the blood. Blood will flow from the side of Christ at the crucifixion. The abundant flow of God's grace and the most holy Eucharist to the world. പിന്നെ വാട്ട് ഫ്യൂച്ചർ ഇവന്റ് ഡസ് ദിസ് സൈൻ പോയിന്റ് ടു? ഈ സംഭവം, രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയ സംഭവം, ജീസസ് റിസറക്ഷൻ ഫ്രം ദ ഡെഡ്, ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടത്, അതായത് ജീവദാതാവാണെന്നുള്ള സൂചന. ഇനി ഈ രാജസേവകൻ ഈശോയെ വിളിക്കുന്നത് കെയ്റോസ്, അതായത് ലോർഡ്, മാസ്റ്റർ എന്നാണ്. സമരിയാക്കാരി സ്ത്രീയെ പോലെ തന്നെ റെസ്പെക്റ്റോടു കൂടിയാണ് ഈശോയെ അഭിസംബോധന ചെയ്യുന്നത്. ഇനി ഈ രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്ന സംഭവം, ഇതിന് സമാനമായൊരു സംഭവം വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ വിവരിക്കുന്നുണ്ട്, ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നത്. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാണ്. ചില സ്കോളേഴ്സ് പറയുന്നത് സെയിം ഇവന്റ് ആണെന്ന്, എന്നാൽ ചിലർ ഇതിന് എതിരഭിപ്രായം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ഡിഫറൻസസ് എന്ന് നമുക്ക് നോക്കാം. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്നു. എന്നാൽ വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളില് ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. എന്നാൽ ഈ പഴയ കാലങ്ങളില് ഒരു മകനോ മകളോ മൈനർ ആയിട്ടിരിക്കുമ്പോൾ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പിതാവിന്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സെർവന്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് സെർവന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തതായിരിക്കാം എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. മകൻ തന്നെ ആയിരുന്നിരിക്കണം സെർവന്റ് എന്നുള്ള വേർഡ് ഈ കാരണത്താൽ, അതായത് മൈനർ ആയിട്ടിരിക്കുമ്പോൾ സെർവന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ആ സെർവന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഇതിനൊരു എക്സാമ്പിള് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാം. പിന്തുടർച്ച അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിഭിന്നനല്ല. അതായത് സർവസമ്പത്തിന്റെയും അധികാരി ആയിരുന്നാലും അത് വിനിയോഗിക്കാനായിട്ടുള്ള അവകാശമില്ല പ്രായപൂർത്തിയാകുന്നത് വരയ്ക്കും. അപ്പൊ ദാസൻ എന്നുള്ള സ്ഥാനമാണ്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കാം ഇവിടെ സെർവന്റ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ജീസസ് ലൊക്കേഷൻ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോ കാനായിലാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഗലീലിയിലെ കാനായിൽ വെച്ചാണ്. കഫർനാമിൽ നിന്ന് രാജസേവകൻ കാനായിലേക്ക് ഈശോയെ കാണാനായിട്ട് വരികയാണ്. എന്നാൽ വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷങ്ങളില് കഫർനാമിലാണ് ഈശോ ആയിരിക്കുന്നത്. അവിടെയാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാല്, ഈ ശതാധിപൻ ഒരു ഹംബിൾ ഡിക്ലറേഷൻ ചെയ്യുന്നുണ്ട്. അതായത് കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് നമ്മള് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന. അപ്പൊ ഈ ഒരു ഹംബിൾ ഡിക്ലറേഷൻ എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ശതാധിപൻ ഒരു വിജാതീയനായിരുന്നു, ഗോഡ് ഫിയറർ എന്നാണ് പറയുന്നത്. അതായത് ഗോഡ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ജെന്റൈൽ ഹു ബിലീവ്ഡ് ഇൻ യാഹ്വേ and followed his laws as much as they were able, but who had not submitted to circumcision. അതായത് പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ല, എന്നാൽ യഹോവയിൽ വിശ്വസിക്കുകയും മോശയുടെ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ. അപ്പൊ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളായിരിക്കണം ഈ ശതാധിപൻ. അപ്പൊ അതുകൊണ്ടാണ് ഈശോവിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ അവൻ യോഗ്യനല്ല എന്ന് പറയുന്നത്. കാരണം വിജാതീയനായ ശതാധിപന്റെ ഭവനത്തിൽ യഹൂദനായ ഈശോ പ്രവേശിച്ചാൽ മോശയുടെ നിയമപ്രകാരം റിച്വലി അൺക്ലീൻ ആകും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസസ്. ഇനി ഇതൊരു ടേബിളിലാക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്ന സംഭവവും വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലെ ശതാധിപന്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്ന സംഭവവും. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാനായിലായിരുന്നു. വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലെ കഫർനാമിലായിരുന്നു.
ഇവിടെ രാജസേവകൻ കഫർനാമിൽ നിന്ന് കാനായിലേക്ക് ഈശോയെ കാണാനായിട്ട് വരുന്നു, നേരിട്ട് വരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ശതാധിപൻ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നു. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലെ ആദ്യം ജൂയിഷ് എൽഡേഴ്സിനെ ഈശോയുടെ പക്കലേക്ക് അയക്കുന്നു, പിന്നീടാണ് ശതാധിപൻ നേരിട്ട് വരുന്നത്. ഇനി അസുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ മരണാസന്നനായ മകൻ ഫീവർ എന്നും പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ തളർവാദ പിടിപെട്ട ഭൃത്യൻ എന്നാണ്, പാരലൈസ്ഡ് സെർവന്റ് എന്നാണ് പറയുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ മരണാസന്നനായ ഭൃത്യൻ, രോഗബാധിതനായ മരണാസന്നനായ ഭൃത്യൻ എന്നാണ് പരാമർശിക്കുന്നത്. ഇനി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോ ജനക്കൂട്ടത്തോട് നൽകുന്ന ചാലഞ്ച്, അടയാളങ്ങൾ കൂടാതെയുള്ള വിശ്വാസത്തിന്റെ ആവശ്യകത, അത് മറ്റു രണ്ട് സുവിശേഷങ്ങളിലും പ്രതിപാദിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ശതാധിപനെ സിനഗോഗ് നിർമ്മിച്ചതിന് ഈശോ പ്രകീർത്തിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലെ ഈ ശതാധിപന്റെ വിശ്വാസത്തെ ഈശോ പുകഴ്ത്തുന്നുണ്ട്. ഇനി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രോമിസ് കൊടുത്ത്, നിന്റെ മകൻ ജീവിക്കുമെന്നുള്ള പ്രോമിസ് കൊടുത്ത് ഈശോ രാജസേവകനെ തിരിച്ചയക്കുന്നു. അവൻ അതിൽ വിശ്വസിച്ച് തിരിച്ചു പോകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് ശതാധിപൻ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലെത്തുന്നതിന് മുൻപ് ഭൃത്യൻ സുഖമാകുന്നതായിട്ട് അറിയുന്നു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോ നൽകിയ പ്രോമിസിന്റെ സെയിം ടൈമില് അവന്റെ മകൻ സുഖമാകുന്നതായിട്ട് തിരിച്ചറിയുന്നു. ഇനി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 8-ാം വാക്യത്തില് ലെറ്റ് മൈ ബോയ് ബി ഹീൽഡ് ബൈ യുവർ ഗിവിംഗ് വേർഡ് എന്നുള്ളൊരു സെന്റൻസ് ഉണ്ട്. അപ്പൊ അതില് ബോയ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അത് മകൻ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു സൂചന ഇവിടെ നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി ശതാധിപനായിരുന്നാലും രാജസേവകനായിരുന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് റിമാർക്കബിൾ ഫെയ്ത്ത് ആണ് അവർ കാണിക്കുന്നത്. അവരുടെ ഫെയ്ത്തിന് അവർക്ക് റിവാർഡ് ലഭിക്കുന്നുമുണ്ട്, പ്രതിഫലം ലഭിക്കുന്നുമുണ്ട്. അവരുടെ വിശ്വാസത്തിന്റെ ആ തീവ്രത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. In addition to the child's salvation, which is Jesus' second sign, what other work of salvation is there in this family? അതായത് ഈ രാജസേവകൻ മാത്രമല്ല, അവന്റെ കുടുംബം മുഴുവനും യേശുവിൽ വിശ്വസിച്ചു. അത്രയും കൺവിൻസിങ് ആയിരുന്നു അവർക്ക് ഈ അടയാളം എന്നുള്ളത്. To what does this sign point? This sign points to God's gift of salvation that will be offered all believers who accept Jesus as the Savior, Jew as well as Gentile. അതായത് രക്ഷ യഹൂദർക്ക് മാത്രമുള്ളതല്ല, വിജാതിയർക്കും ഉള്ളതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചാപ്റ്റർ 3-ലെ ഈശോയും നിക്കോദെമസും തമ്മിലുള്ള സംഭാഷണം കണ്ടു. നിക്കോദെമസ് ഒരു യഹൂദനായിരുന്നു. അപ്പൊ യൂദയായിലെ ജെറുസലേമിലുള്ള നിക്കോദെമസുമായിട്ടുള്ള ഈശോയുടെ കൂടിക്കാഴ്ച, അതുപോലെ ചാപ്റ്റർ 4-ലെ ഫസ്റ്റ് പാർട്ടിലെ സമരിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇവിടെ ഗലീലിയിലെ വിജാതീയനായ രാജസേവകനുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഈ 3 സംഭവങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ എ ഫോർഷാഡോയിങ് ഓഫ് ദി സ്പ്രെഡ് ഓഫ് ദ ഗോസ്പൽ. നമുക്കറിയാം, ഈശോ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് നൽകിയ കൽപ്പന എന്ന് പറഞ്ഞാല് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുക. എന്നാൽ അതിനൊരു ഓർഡർ ഈശോ നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ടു ക്യാരി ദ ഗോസ്പൽ മെസ്സേജ് first to Jerusalem and Judea, next to Samaria and finally to the Gentile nations of the world. അപ്പൊ ആ ഓർഡർ തന്നെയാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ആദ്യം ഈശോ കണ്ടുമുട്ടുന്നത് ജെറുസലേമിലുള്ള ഒരു യഹൂദനെയാണ്, പിന്നീട് സമരിയാക്കാരി സ്ത്രീ, അതിനുശേഷം വിജാതീയനായ ഗലീലിയിലെ രാജസേവകൻ. അപ്പൊ ആ സെയിം ഓർഡർ ആണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്.
ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്കറിയാം ജീവജലം പാനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഈശോ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഈ ജലത്തിന്റെ പ്രാധാന്യം ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നിത്യജീവിതത്തില് ജലം അല്ലെങ്കിൽ വെള്ളം എത്രയോ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ, നമ്മുടെ നിത്യജീവന് ജീവജലം അത്യന്താപേക്ഷിതമാണ്. ഇപ്പൊ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാടിന്റെ പുസ്തകം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തികളിൽ ജലത്തിന്റെ സാന്നിധ്യം വളരെയേറെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ബിബ്ലിക്കൽ സിംബോളിസം അസോസിയേറ്റഡ് വിത്ത് വാട്ടർ ഇമേജറി, അതിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സൃഷ്ടിയുടെ സമയത്ത് ഭൂമി മുഴുവൻ വെള്ളത്താൽ ആവരണം ചെയ്യപ്പെട്ടിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഗോഡ് ഫോംഡ് ഓൾ ലൈഫ്. ഇനി ഏദൻ തോട്ടത്തിൽ നിന്നുള്ള ജീവജലം 4 അരുവികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് ഒഴുകുന്നത്, ഭൂമിയെ നനയ്ക്കാനായിട്ട് ഒഴുകുന്നത്. അതുപോലെ നോഹയുടെ സമയത്ത് ഗ്രേറ്റ് ഫ്ലഡ്, അത് തിന്മയുടെ അവസാനം, നന്മയുടെ പുതിയ ആരംഭം, അതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഹാഗാർ സാറായുടെ അടുത്ത് നിന്ന് ഓടിപ്പോയപ്പോൾ കർത്താവിന്റെ ദൂതൻ അവളെ കണ്ടെത്തുന്നത് ഒരു നീരുറവയുടെ അടുത്ത് വെച്ചാണ്. പിന്നീട് ഹാഗാറും കുട്ടിയും വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ദൈവം അവൾക്ക് ഒരു കിണർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ജലത്തിന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നു. ഇനി നൈൽ നദിയിലൂടെ ഒഴുകി വന്ന മോശയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ അവിടെയും വെള്ളത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ദ റിഡംപ്റ്റീവ് ക്രോസിംഗ് ഓഫ് ദ റെഡ് സീ, വേർ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ വേർ സേവ്ഡ് ഫ്രം ഡിസ്ട്രക്ഷൻ and purified by a baptized to prepare them to receive the covenant at Sinai. അതായത് ആ റെഡ് സീ, ചെങ്കടൽ കടക്കുന്നത് അവരുടെ ഒരു മാമോദിസയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രവേശനം. ഈ മാമോദിസ സ്വീകരിക്കുന്നത് വഴി സീനായിലെ ഉടമ്പടി, ദൈവം നൽകുന്ന ഉടമ്പടി സ്വീകരിക്കാനായിട്ട് അവര് ശുദ്ധീകരിക്കപ്പെടുകയാണ്, വിശുദ്ധരാക്കപ്പെടുകയാണ്. അപ്പൊ അതാണ് മാമോദിസായിയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി അവർക്ക് കുടിക്കാനായിട്ട് വെള്ളമില്ലാതായപ്പോൾ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മോശ പാറമേൽ വടി കൊണ്ടടിച്ചപ്പോൾ അവർക്ക് വെള്ളം ലഭിച്ചത്. അതുപോലെ ദ റിച്വൽ പ്യൂരിഫിക്കേഷൻസ് വിത്ത് വാട്ടർ ഇൻ ദ ഓൾഡ് കവനന്റ് ലോ വിച്ച് സിഗ്നിഫൈഡ് ദ റിമൂവൽ ഓഫ് പൊല്യൂഷൻ, സിക്നസ് ആൻഡ് ഡെത്ത്. എല്ലായിടത്തും നമുക്ക് വെള്ളത്തിന്റെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും. ദ ക്രോസിംഗ് ദ ജോർദാൻ റിവർ ഇൻ ടു ദ പ്രോമിസ്ഡ് ലാൻഡ്, അതായത് ഇസ്രായേൽക്കാര് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത് ജോർദാൻ നദി ക്രോസ് ചെയ്തിട്ടാണ്. അപ്പം ഇവിടെ എല്ലാം ആ ജലത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എസക്കിയേൽസ് വിഷൻ ഓഫ് ദ റിവർ ഓഫ് ലൈഫ്, ഇതെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ്. വാട്ടർ ഷുഡ് റിമൈൻഡ് us of God's saving acts and revelations throughout salvation history. അപ്പൊ ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തികള്, അതുപോലെ ദൈവിക വെളിപാടുകള്, അതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. These images increase throughout the Bible until we reach the book of Revelation, where the symbolism of biblical water imagery all comes together in John's vision of the living water of eternal life flowing out from the heavenly Jerusalem, bringing salvation to a new creation. It is a vision of what Jesus will promise in John chapter 7. Chapter 7-ൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതുപോലെ വെളിപാടിന്റെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തില് സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും, ജീവജലത്തിന്റെ ഉറവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവം തന്നെയാണ്. ദൈവം തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. It is a promise he kept when living water of the spirit flowed from his side at the crucifixion. നമുക്കറിയാം കുരിശുമരണത്തില് ഈശോയുടെ തിരുവിലാവ് കുത്തി തുറക്കപ്പെട്ടപ്പോൾ അതിലൂടെ ഒഴുകി വന്ന, നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഒഴുകി വന്ന തിരുരക്തവും തിരുജലവുമാണ്. ആ ലിവിങ് വാട്ടർ ആണ് നമ്മൾ ബാപ്റ്റിസത്തില് സിംബോളിക് ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്, അതായത് ശുദ്ധീകര വരപ്രസാദം എന്ന് പറയുന്നത്. ഇനി ദ ക്രോസ് ഈസ് ദ ട്രൂ ട്രീ ഓഫ് ലൈഫ്, ഓഫ് വിച്ച് ദ ട്രീ ഇൻ ഈഡൻ വാസ് ഓൺലി എ സിംബിൾ.
ഏദൻ തോട്ടത്തിലെ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മാത്രമാണ്. യഥാർത്ഥ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് കുരിശാണ്. കാരണം it is because of Christ's sacrifice on the cross that the water of eternal life, the best wine of the marriage supper of the Lamb, is offered to us at every mass when men and women come to communion with the triune God. അപ്പോ ജീവജലം, നിത്യജീവന് ആവശ്യമായിട്ടുള്ള ജീവജലം, അതുപോലെ ബെസ്റ്റ് വൈൻ എന്ന് പറയുന്നത് ഈശോയുടെ തിരുരക്തം, ഇതെല്ലാം നമുക്ക് കുരിശിലെ ബലിയിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. ഓരോ മാസിലും നമ്മളിത് സ്വീകരിക്കുന്നു. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ഈശോയുമായി ഒന്നായി തീരുന്നു. ഇതൊക്കെയാണ് ചാപ്റ്റർ 4 ലാസ്റ്റ് പാർട്ട്. ഇതോടെ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 4 ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. താങ്ക് യു.